അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത്, നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും പ്രാർത്ഥന നിരതരായിരിക്കുവിൻ. അപ്പം നമ്മുടെ സ്പെഷ്യൽ ഇൻറ്റൻഷൻസ് കർത്താവ് എബ്രായർ നമ്മൾ വായിച്ചു, കർത്താവ് തൻ്റെ എല്ലാ അപേക്ഷകളും യാചനകളും പിതാവിനോട് സമർപ്പിച്ചിരുന്നു അല്ലേ, കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടി പ്രാർത്ഥിച്ചിരുന്നു എന്നല്ലേ. അപ്പം നമുക്കൊരു അസുഖമുണ്ടെങ്കിൽ, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അതെ ദൈവത്തിന് അതറിയാം, എങ്കിൽ പോലും നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കണം എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ സ്പെഷ്യൽ ഇൻറ്റൻഷൻസിന് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. ഇതൊരു കമ്മ്യൂണിയനാണ് അല്ലേ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനാണ് അല്ലേ. അപ്പോൾ അതൊരു ബന്ധമാണ്. അപ്പം പിതാവായ ദൈവത്തോട് അല്ലേ, നമ്മുടെ പിതാവായ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധമാണ് പ്രാർത്ഥന അല്ലേ, അല്ലേ ഒരു കമ്മ്യൂണിക്കേഷനാണ് അല്ലേ. അപ്പം എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ പിതാവിനോട് ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അല്ലേ. അത് ഇപ്പം എനിക്കൊരു എൻ്റെ ലൗകിക പിതാവിനോട് പോലും എനിക്കൊരു ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുമല്ലോ. എനിക്ക് ഡ്രസ്സ് വേണമെങ്കിൽ, എനിക്ക് ബുക്ക് വേണമെങ്കിൽ, എനിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പൈസ വേണമെങ്കിൽ എല്ലാം ഞാൻ പോയി എൻ്റെ പിതാവിനോട് ചോദിക്കുമല്ലോ. അതുപോലെ തന്നെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിനോടും ഒരു മകളെന്നുള്ള അല്ലെ ഒരു മകനെന്നുള്ള ഒരു സ്വാതന്ത്ര്യത്തോടെ എനിക്ക് ചോദിക്കാം അല്ലേ. അതിലൊരു തെറ്റുമില്ല. എൻ്റെ ആവശ്യങ്ങളും എൻ്റെ അപേക്ഷകളും എൻ്റെ പ്രാർത്ഥനകളും എല്ലാം. ഇപ്പം എനിക്കൊരു ആവശ്യമുണ്ട്, എനിക്കൊരു ജോലിയുടെ ആവശ്യമുണ്ട്, അല്ലെ എനിക്ക് ഒരു അസുഖമാണ്, അതിൽ നിന്ന് എനിക്കൊരു ഹീലിംഗ് വേണം, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ഇപ്പോൾ പഠനത്തിൽ സഹായം വേണം, അല്ലെങ്കിൽ എനിക്കൊരു ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടി ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ഒരു ധൈര്യക്കുറവുണ്ട്, എൻ്റെ മനസ്സിനൊരു ഭയമുണ്ട്, ഒക്കെ നമുക്ക് അപേക്ഷകളോടും യാചനകളോടും കൂടെ നമുക്ക് നമ്മുടെ പെറ്റീഷൻസ് പിതാവിന് സമർപ്പിക്കാം. പക്ഷെ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം നമ്മൾ മനസ്സിൽ വെക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ഔട്ട്കം നമ്മൾ ഒരു തുറവിയുള്ളവരായിരിക്കണം. അതായത് ചിലപ്പം നമുക്കത് ഗ്രാൻറ്റ് ചെയ്യത്തില്ല ദൈവം അല്ലേ. അപ്പോൾ ദൈവം എന്ന് പറയുന്ന പിതാവാണ് അല്ലേ. പിതാവിനറിയാം തൻ്റെ പുത്രനോ പുത്രിക്കോ ഏറ്റവും നല്ലത് എന്തെന്ന്. ഇപ്പം ഞാനൊരു കാര്യം ചോദിച്ചാലും അതെനിക്ക് നല്ലതല്ല എന്ന് പിതാവിന് ഉറപ്പുണ്ടെങ്കിൽ അവൻ അതെനിക്ക് തരത്തില്ല, പിതാവ് എനിക്ക് തരത്തില്ല അല്ലേ. അപ്പം നമ്മുടെ മാതാപിതാക്കളും അങ്ങനെയാണല്ലോ. നമ്മളെ ഹേർട്ട് ചെയ്യുമെന്നോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിനോ മനസ്സിനോ ഉപദ്രവം ഉണ്ടാക്കുമെന്ന് തോന്നുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ എത്ര കരഞ്ഞാലും നമ്മുടെ പേരൻസ് നമുക്കത് തരത്തില്ല അല്ലേ, കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളും കൊടുക്കത്തില്ല. അതുപോലെ തന്നെ എൻ്റെ ആത്മാവിനും എൻ്റെ ജീവിതത്തിനും അത് നല്ലതല്ല എന്ന് ദൈവം തീരുമാനിച്ചാൽ ഒരുപക്ഷെ ദൈവം പറയും ആ മുള്ള് അവിടെ ഇരുന്നോട്ടെ എന്ന്. അപ്പോൾ പ്രത്യക്ഷത്തിൽ എനിക്കത് മനസ്സിലാകത്തില്ല. ചിലപ്പോൾ എനിക്ക് മനസ്സിലാകത്തില്ല എന്താണ് അതിലെ നന്മ എന്നല്ലേ. അപ്പം ചില കാര്യങ്ങൾ നമുക്ക് തോന്നും, അയ്യോ അത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണല്ലോ, അപ്പോൾ അത് തന്നതുകൊണ്ട് ഒരു ഉപദ്രവം ഇല്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അത് നമ്മളുടെ ബുദ്ധിയിൽ നമ്മൾ വിചാരിക്കുന്ന പിതാവിനെ മാത്രമേ നമ്മുടെ ജീവിതാവസാനം വരെയും നമ്മുടെ നിത്യതയും എല്ലാം കാണാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ പോലും എൻ്റെ ആത്മാവിൻ്റെ സുസ്ഥിതിക്ക് അത് നല്ലതായിരിക്കും.